എല്ലാവർക്കും നമസ്കാരം. മൈൻഡ് ബോഡി ടോണിക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഡോക്ടർ സീത. കുറേ നാളായി നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചുമുള്ള വീഡിയോ ചെയ്ത്, അപ്പോൾ ഇന്നൊരു ചെറിയ സെഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് നേരമൊന്നുമില്ല. രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. കുറേ പേർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. ഒന്ന്, കുഞ്ഞിന് എപ്പോൾ മുതൽ നമ്മൾ വെള്ളം കൊടുത്തു തുടങ്ങാം? രണ്ട്, കുഞ്ഞിന് പശുവും പാലോ എരുമപ്പാലോ അല്ലെങ്കിൽ ആട്ടുംപാലോ എന്ത് പാലായാലും അമ്മയുടെ പാൽ ഒഴിച്ചിട്ടുള്ള വേറെ പാല്, അതേപോലെ ഫോർമുല മിൽക്കും അമ്മയുടെ പാലും ഒഴിച്ചിട്ടുള്ള ഏത് പാലും എപ്പോൾ കൊടുത്തു തുടങ്ങാം എന്ന്. ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയോട് നൽകാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് 6 മാസം തികയുന്നതിന് മുൻപ് വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. കാരണം ഈ ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ ഒരു മേജർ കണ്ടന്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അതുകൂടാതെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള പ്രോട്ടീനും ഫാറ്റും ബാക്കി ഘടകങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ ബ്രസ്റ്റ് മിൽക്കിലൂടെ തന്നെ അവർക്ക് ആവശ്യമുള്ള അവരുടെ ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം കിട്ടുന്നതാണ്. മനസ്സിലായില്ലേ? ഇനി ഫോർമുല ഫീഡാണ് കൊടുക്കുന്നത്. നിർഭാഗ്യവശാൽ നമുക്ക് പലവിധ കാരണങ്ങളാൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ അമ്മ വേറെ സ്ഥലത്ത് കുഞ്ഞ് വേറെ സ്ഥലത്ത് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർമുല ഫീഡാണ് കൊടുക്കേണ്ടതെങ്കിൽ ഫോർമുല ഫീഡും നമ്മൾ ഇതിലാണ് ഉണ്ടാക്കുന്നത്, വെള്ളത്തിലല്ലേ. അപ്പോൾ 6 മാസം തികയുന്നവരെ കുഞ്ഞിന് വെള്ളം കൊടുക്കരുത്. കുഞ്ഞിൻ്റെ വയറ് പെട്ടെന്ന് വെള്ളം കുടിക്കുമ്പോൾ കുറച്ചങ്ങ് നിറയുന്നുണ്ടെങ്കിൽ കുഞ്ഞ് പിന്നെ ഈ ഫോർമുല ആയാലും ബ്രസ്റ്റ് മിൽക്ക് ആയാലും ഒന്നും കുടിക്കില്ല. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് അത് പ്രതികൂലമായി ബാധിക്കും. സോ ആ കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു സംശയമില്ലല്ലോ അല്ലേ? അത് മനസ്സിലായല്ലോ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ? അപ്പോൾ ഈ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് പാല് ഇട്ടിട്ടാണ് കുറുക്കുണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും ഉപ്പിട്ടിട്ടാണോ കൊടുക്കാൻ പറ്റുക? ചിലരൊക്കെ ഉപ്പൊന്നും കൊടുക്കില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട്, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ കൊടുക്കുള്ളൂ. ചിലർ ഉപ്പ് കഴിച്ചാൽ കുഞ്ഞിന് ചിലപ്പോൾ ബുദ്ധി വളർച്ച കുറയും, 1 വയസ്സ് വരെ ഉപ്പ് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉപ്പ് കൊടുക്കാണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റാഗി, അതായത് പുല്ല്, അല്ലെങ്കിൽ നമ്മൾ കായ, അല്ലെങ്കിൽ നമ്മൾ ഈ സൂചി ഗോതമ്പ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നവർക്ക് ബ്രസ്റ്റ് മിൽക്ക് ഒന്നും എടുത്ത് പിഴിഞ്ഞ് നമുക്ക് ആ ഒരു ഫോർമുല ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് എത്രത്തോളം സൂട്ടബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ആവശ്യമില്ല. അതേപോലെ ഈ ഫോർമുല മിൽക്കിന് നമ്മൾ ഉപയോഗിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, അതും നമ്മൾ ഈ കുറുക്ക് ഉപയോഗിക്കുമ്പോൾ, കുറുക്കുണ്ടാക്കുന്ന സമയത്ത് അതിലിട്ടിട്ട് അത് ഇങ്ങനെ ഇട്ട് തിളപ്പിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം ഒഴിച്ച് ഈ കുറുക്കുണ്ടാക്കുക. എന്ത് കുറുക്കാണ് ഉണ്ടാക്കുന്നത്? വെള്ളം ഒഴിച്ച് ഉണ്ടാക്കുക. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഴിയുന്നത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക. അതല്ല നമുക്ക് ആ പാലിൻ്റെ ഒരു അംശം, കുറച്ച് മധുരമൊക്കെ വേണം, കൽക്കണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ കുറുക്ക് ഉണ്ടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഫോർമുലയാണ് കൊടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ ആ ഫോർമുലയുടെ പൊടിയും കൂടി ഇട്ടിട്ട് കലക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ആ പാലിൻ്റെ രുചി കിട്ടുമല്ലോ. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. 1 വയസ്സ് തികയുന്നത് വരെ കുഞ്ഞിന് വേറെ പാലൊന്നും കൊടുക്കരുത് കേട്ടോ. 1 വയസ്സ് തികയുന്നവരെ വേറെ ഒരു പാലും കൊടുക്കരുത്. 1 വയസ്സ് കഴിഞ്ഞാലും മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പിന്നെ ഈ മുലപ്പാലിന് കൂടാതെ നമ്മൾ വേറെ പശുവും പാലോ ആട്ടുംപാലോ വേറെ പാലോ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. വേറെ കുഞ്ഞുങ്ങൾ വീട്ടിലത്തെ ആളുകളൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതൊക്കെ കൊടുത്താൽ മതി. എന്നിട്ട് മുലപ്പാലും കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? മുലപ്പാലൊന്നും കുടിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ പാല്, നമുക്ക് പശുപാലോ ആട്ടുംപാലോ അങ്ങനെ എന്തെങ്കിലും കുറേശ്ശെ രാവിലെ ഒരു ചെറിയ ഗ്ലാസ്, വൈകിട്ട് ഒരു ചെറിയ ഗ്ലാസ് കൊടുക്കാം. 1 വയസ്സിന് മുൻപ് നോ. പിന്നെ വേറൊരു പ്രധാന കാര്യം ഒരാൾ എഴുതി ചോദിച്ചിരിക്കുന്നത്, ബോട്ടിൽ ഫീഡിങ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, കുഞ്ഞിന് വെള്ളമൊക്കെ ബോട്ടിൽ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, അതുകൊണ്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് അവർക്ക് വിവരണം വേണമെന്നാണ് പറയണത്. അപ്പോൾ വിവരണങ്ങൾ ഒന്നും തരാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും, ബോട്ടിൽ ഫീഡിങ് അപകടകരമാണ്. നിങ്ങളുടെ കുഞ്ഞിന് അത് ദോഷം മാത്രമേ ചെയ്യുള്ളൂ, ഗുണം ചെയ്യില്ല. നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും, കുഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും, താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നാലും ബോട്ടിൽ നോ. ബോട്ടിൽ ഉപയോഗിക്കരുത്. വെള്ളം കൊടുക്കാനായാലും ശരി, പാൽ കൊടുക്കാനായാലും ശരി, എന്തിനായാലും ശരി ബോട്ടിൽ ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? പാലാട് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ, കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കപ്പ് കൊണ്ടോ മാത്രം കുഞ്ഞിന് നമ്മൾ ഭക്ഷണം, ഫ്ലൂയിഡ്സ് ഒക്കെ എന്തെങ്കിലും കൊടുക്കുക. എല്ലാവർക്കും ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലേ? അപ്പോൾ ചിലപ്പോൾ അമ്മമാർ വേറെ സ്ഥലത്തായിരിക്കും, കുഞ്ഞുങ്ങൾ വേറെ സ്ഥലത്തായിരിക്കും അല്ലേ? ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർ, വിദേശത്തൊക്കെ കുഞ്ഞിനെ വിട്ടിട്ട് വിദേശത്ത് പോകുന്ന അമ്മമാർക്കൊക്കെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിൽ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ പാലാട് കൊണ്ടോ. ശരിയാണ്, അങ്ങനെ കൊടുക്കുമ്പോൾ മെസ്സിയാണ്, നമുക്ക് കൊച്ചിൻ്റെ മേത്തും കഴുത്തിലും ഒക്കെ വീഴും, ആകെ മെസ്സിയാവും, കുറച്ചൊക്കെ കൊച്ച് തട്ടിക്കളയും. അപ്പോൾ നമുക്ക് പാകത്തിന് എത്രത്തോളം കൊച്ചിൻ്റെ ഉള്ളിൽ ചെന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ നമുക്കതൊക്കെ കഴുകി വൃത്തിയാക്കുക, കുഞ്ഞിനെ കഴുകുക, നിലമൊക്കെ തുടയ്ക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. ബോട്ടിലാണെങ്കിൽ സുഖമാണ്, നമുക്ക് കൊച്ചിൻ്റെ വായിലങ്ങ് തിരികെ കയറ്റി അങ്ങ് വെച്ചാൽ മതി എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ താൽക്കാലത്തേക്കുള്ളൊരു ഗുണം കിട്ടും. അത് കഴിയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ട.
പിന്നെ എന്തൊക്കെയുണ്ട് പറ. ഇതിനെക്കുറിച്ച് വല്ല സംശയം ഉണ്ടെങ്കിൽ മാത്രം ഒരു 5 മിനിറ്റ് സംസാരിക്കാം, അതല്ലെങ്കിൽ ഞാനിങ്ങ് പോകാമേ കേട്ടോ. പ്രഗ്നൻസിയെ കുറിച്ചിട്ടൊന്നും ഇത് പാടില്ല. ഫോർമുല മിൽക്ക് മാത്രമാണ് എൻ്റെ മോൻ, ബട്ട് ലെസ് ഇൻടേക്ക് 2 month old ബേബി. അപ്പോൾ എന്തുകൊണ്ടാണ് ഫോർമുല മിൽക്ക് മാത്രം കൊടുക്കുന്നത്? ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി കൊടുത്തു നോക്കൂ കേട്ടോ. പക്ഷെ തുടക്കം മുതലേ ഫോർമുല മാത്രം ശീലിച്ച കുഞ്ഞിന് ചിലപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ആയേക്കാം. അപ്പോൾ എന്നിരുന്നാലും അത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കുപ്പി ഉപയോഗിക്കരുത് കേട്ടോ. കുഞ്ഞിന് ഹണി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാലല്ലാണ്ട് ഒരൊറ്റ സാധനം കൊടുക്കേണ്ട കേട്ടോ. ഇനി മുലപ്പാൽ അല്ലെങ്കിൽ നമ്മൾ ഫോർമുലയായിട്ട് കൊടുക്കുന്നെങ്കിൽ ഫോർമുല, മുലപ്പാലും ഫോർമുലയും അല്ലാണ്ട് വേറെ ഒരു സാധനവും കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. 6 മാസം വരെ അത് മാത്രം മതി. പശുവിൻ പാൽ കൊടുത്താൽ കഫക്കെട്ടുണ്ടാകുമോ? എന്ത് പാലായാലും 1 വയസ്സ് വരെ കൊടുക്കരുത്. വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, എഗ്ഗിനെ കുറിച്ചും ഇതേക്കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. റൈറ്റ്, സോറി, ഞാൻ ഈ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള ആ വീഡിയോസ് ഇടാൻ വേണ്ടി ഇത്രയും വൈകിയതിന് സോറി. ഞാൻ സാറിനോട് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണ്ടോ സാറേ, ഒന്ന് വായോ എന്ന്. അപ്പോൾ സാറിനും ഓരോ തിരക്കും ഓരോ കാര്യത്തിൽ ഇൻവോൾവ് ആയത് കാരണം വന്നില്ല. ബോട്ടിൽ ഫീഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാം. ബോട്ടിൽ ഫീഡിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് നമുക്ക് നാവിലൊക്കെ പൂപ്പൽ ത്രഷ് വരാനുള്ള സാധ്യതയുണ്ട്. 2 കുഞ്ഞിന് ഇയർ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നാളത്തേക്കല്ല, കുറേ കാലത്തേക്ക് വരാം. പിന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബോട്ടിലിൻ്റെ ആ ഒരു നിപ്പിൾ വന്ന് ഈ കൊച്ചിൻ്റെ പാലറ്റ് അണ്ണാക്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് മുട്ടി ഇരിക്കുമ്പോൾ ആ കുഞ്ഞിന് പിന്നീട് സ്പീച്ചിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പല്ലിൻ്റെ ആ ഇടയിലുള്ള ആ ഒരു ഒക്ലൂഷൻ ഡിഫക്ട്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കുഞ്ഞിന് ഭാവിയിലും വേറെ ആസ്മ പോലത്തെ പ്രശ്നങ്ങൾ, വേറെ കുറേ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കൊച്ചിൻ്റെ രോഗപ്രതിരോധ ശക്തിയും കുറേയധികം കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത്രയൊക്കെ പോരെ അല്ലേ നമുക്ക് ഈ ബോട്ടിൽ ഫീഡിങ് കൊടുക്കാതിരിക്കാനും ബോട്ടിൽ വാങ്ങാതിരിക്കാനും, ഇനി വാങ്ങിക്കഴിഞ്ഞാൽ ബോട്ടിൽ എടുത്ത് ദൂരെ വലിച്ചെറിയാനും. ഇത് മതിയെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. അതല്ല ഇനി നമ്മുടെ വേറെ വീട്ടുകാരൊക്കെ കൊടുത്തു, അവരുടെ കുഞ്ഞിനൊന്നും കുഴപ്പം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെറുതായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ബോട്ടിൽ മിൽക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പം വന്നിട്ടില്ല, അല്ലെങ്കിൽ മറ്റവർ കൊടുത്തു ഇവർ കൊടുത്തു, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ വാദിക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനായാലും സാറായാലും കുറേ പീഡിയാട്രീഷ്യൻസ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇതിന് എതിരാണ് കേട്ടോ. അപ്പോൾ ദയവായിട്ട് ബോട്ടിൽ ഉപയോഗിക്കരുത്. വെള്ളം 6 മാസം മുമ്പ് പാടില്ല. പാല്, പശുപാലും മറ്റു പാലുകളൊന്നും 1 വയസ്സ് വരെ പാടില്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ് കേട്ടോ. എൻ്റെ മോള് കുപ്പിയിലാണ് പാല് കുടിക്കുക. അവൾക്ക് 2 വയസ്സ്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരുപാട് പ്രോബ്ലം ഉണ്ട് ജോബി, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അതൊക്കെ ഒന്ന് കേട്ടു നോക്കുക കേട്ടോ. കുറച്ച് മാത്രം കൗ മിൽക്ക് കുറുക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോബ്ലം ഉണ്ടോ? പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ 1 വയസ്സ് വരെ ഉപയോഗിക്കരുത്. കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറുക്ക് വെള്ളത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോർമുലയുടെ 1 സ്പൂൺ പൊടി വേണമെങ്കിൽ ഇടാം. 1 ഇയർ മുതൽ ഗോട്ട് മിൽക്ക് കൊടുക്കാമോ? ഗോട്ട് മിൽക്കോ കൗ മിൽക്കോ വേണമെങ്കിൽ കുറച്ച് രാവിലെയും വൈകിട്ടും കൊടുക്കാൻ. ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാൻ എന്താ ചെയ്യുക? അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ട്വിൻസ് ആണ്, ബോട്ടിൽ യൂസ് ചെയ്യാമോ? ട്വിൻസ് ആണെങ്കിൽ ശരി, ട്രിപ്ലറ്റ്സ് ആണെങ്കിൽ ശരി, ഒറ്റ കുട്ടിയാണെങ്കിൽ ശരി, ബോട്ടിൽ ഉപയോഗിക്കരുത്. ഫോർമുല യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയില്ല. ബ്രസ്റ്റ് മിൽക്ക് ഇല്ലെങ്കിൽ ഫോർമുല വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലതെങ്കിൽ പോലും നമുക്ക് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ വേണമെങ്കിൽ ഫോർമുല യൂസ് ചെയ്യാം. പക്ഷേ നോ ബോട്ടിൽ കേട്ടോ. എഗ് എപ്പോൾ മുതൽ കൊടുക്കാം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേറെ പറയാം കേട്ടോ. വീനിങ് ഫുഡിനെ കുറിച്ചിട്ടൊരു വീഡിയോ സാറ് ഞാനും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കാം. സോറി കുറേ കാലം ഇടാൻ പറ്റാത്തതിന്. നമുക്ക് കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, കുഞ്ഞിന് 6 മാസത്തിന് താഴെയാണ് പ്രായം, കുഞ്ഞിന് ദാഹിക്കുന്നു, ചൂട് കാലങ്ങളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കുഞ്ഞിന് ദാഹിക്കുന്നു, ചൂട് കാലമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാൽ അത് മുലപ്പാലിലൂടെ കൊച്ചിന് കിട്ടിക്കോളും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ ഒരു കൺസൾട്ടേഷൻ ഉണ്ട്, അത് കാരണം പോകണം കേട്ടോ. അപ്പോൾ ബൈ. നമുക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് വീണ്ടും നമുക്ക്